നമസ്കാരം. വൈറ്റ്സ് വൺ തത്സമയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പള്ളിയല്ല പണിയണം പള്ളിക്കൂടം 1000 എന്നുള്ള ഗാനം ഏവർക്കും സുപരിചിതമാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ പുറത്തു വരുന്ന ഒരു വാർത്തയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ജൂലൈ 3-ാം തീയതി മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത പക്ഷം സഭയ്ക്ക് പുറത്തായിരിക്കും എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ അവർക്ക് വിവാഹങ്ങൾ നടത്താനോ അവർ നടത്തുന്ന വിവാഹങ്ങൾ സാധു ആയിരിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ചെമാച്ചന്മാർ ഒക്കെ ഇതിന് അനുസരിച്ച് ഏകീകൃത കുർബാന അർപ്പിച്ചുകൊള്ളാം എന്നുള്ള രീതിയിൽ എഴുതി കൊടുത്തില്ലെങ്കിൽ ചെമാച്ചന്മാരൊക്കെ അസാധുവായി മാറും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. രാജേഷേട്ടാ, എന്താണ് ശരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ശരിയായ പ്രശ്നം? ഈ സിനഡ് കുർബാനയെ അനുകൂലിക്കുന്നവരും ജനാഭിമുഖ കുർബാനയെ അഭിമുഖിക്കുന്ന രണ്ട് വിഭാഗമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. കേരളത്തിലല്ല, ഈ വിഷയം യഥാർത്ഥത്തിൽ സിറോ-മലബാർ സഭയിൽ മൊത്തത്തിൽ ഇതൊരു വലിയ വിഷയമായി നിൽക്കുന്നില്ലെങ്കിൽ പോലും എറണാകുളം അങ്കമാലി രൂപതയിലാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ രൂക്ഷമായത്. നേരത്തെ തന്നെ രൂക്ഷമായത്. ഇപ്പൊ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് എറണാകുളം അങ്കമാലി രൂപതയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ തർക്കങ്ങൾ ഉണ്ടാകുകയും എല്ലാ ഞായറാഴ്ചകളിലും പല പള്ളികളിലും വലിയ കലാപകലുഷിതമായ രംഗങ്ങൾ ഉണ്ടാവുകയും നമുക്കറിയാം. ബസിലിക്ക പള്ളിയെ അടച്ചിടുന്ന ഒരവസ്ഥയുണ്ടായി. ബസിലിക്ക പള്ളിയിൽ ക്രിസ്മസിന്റെ തലേ ദിവസം രാത്രിയിൽ വലിയ രീതിയിൽ അക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടു. പല പള്ളികളിലും വലിയ രീതിയിലുള്ള, അതായത് അച്ഛന്മാരെ തടയുകയും ഒക്കെ അൾത്താരയിൽ കയറി വെള്ളമുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വലിയ വിഷയങ്ങളിലേക്ക് ഈ തർക്കം മുന്നേറുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കി ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പം ജൂലൈ 3-ാം തീയതിക്കകം ഏകീകൃത കുർബാന നടപ്പിലാക്കിയില്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള വളരെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വളരെ മോശമായ പ്രവണതകളാണ് ഇപ്പോൾ സഭയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങൾ പലരും സമർപ്പിക്കുകയും ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ വേണ്ടി ഈ സിനഡ് കുർബാന അംഗീകരിക്കുന്ന ഒരു വിഭാഗം, പ്രത്യേകിച്ചിട്ടും ഇപ്പം തട്ടിൽ പിതാവ് വന്നതോടുകൂടിയാണ് ഈ പ്രശ്നം കുറച്ച് വഷളായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ആലഞ്ചേരി പിതാവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി രൂപതയും ആലഞ്ചേരി പിതാവും തമ്മിലുണ്ടായ തർക്കവും ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും പിന്നീട് മറ്റൊരു രീതിയിലേക്ക് മാറിയതാണ് യഥാർത്ഥത്തിൽ ഈ കുർബാന തർക്കത്തിന്റെ ഒരു അടിസ്ഥാന കാര്യം എന്നുള്ളതാണ്. ഇപ്പൊ കുർബാന തർക്കം ഉടലെടുത്ത സമയത്ത് തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അൽമായരുടെ ഒരു വലിയ ഒരു വിഭാഗം ഈ പിതാവിനെ കാണുകയും ആലഞ്ചേരി പിതാവുമായിട്ട് നിരന്തരമായി ഇത്തരം വിഷയം സംസാരിക്കുകയും ചെയ്തെങ്കിൽ പോലും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള രീതിയോ ഒന്നും അവലംബിക്കാൻ വേണ്ടി അന്ന് പിതാവ് തയ്യാറായില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത് പോലെയല്ല ഒരു വിഷയവും പരിഹരിക്കുക എന്നുള്ളത്. അത് കൂടുതൽ രൂക്ഷമായി അതിപ്പോ തുടങ്ങിയെടുത്തല്ല നിൽക്കുന്നത്. നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ജൂലൈ 3-ാം തീയതി ആകുമ്പോഴേക്ക് എല്ലാ ആളുകളും എല്ലാ വിശ്വാസികളും ഈ ഏകീകൃത കുർബാനയിലേക്ക് മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചിട്ട് 350ഓളം അച്ഛന്മാർ ഈ പിതാവിന്റെ ഇത്തരത്തിലുള്ള സർക്കുലറിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന വിഷയം എന്താണ്? സമൂഹത്തിൽ തന്നെ ഇത് വലിയ വിഷയമായി മാറാൻ പോവുകയാണെന്നുള്ളത്. കാരണം പള്ളി പിടിക്കുക എന്നുള്ളതായിരിക്കും അടുത്ത ഇനി വരാൻ പോകുന്നത്. എത്രത്തോളം പള്ളികൾ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം പള്ളികൾ നമ്മുടെ കൈവശത്തിലേക്ക് വരാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത് വന്നെങ്കിൽ പോലും വിഘടിത ഗ്രൂപ്പ് എന്ന് പറയുന്ന അൽമായരുടെ ഒരു വലിയ സംഘം എറണാകുളം അങ്കമാലി രൂപതയിൽ അതിശക്തമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് അതിശക്തം പറയണം. അത് മാത്രമല്ല, ഇതിന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചു നമുക്കറിയാം, ഇതൊരു സ്വതന്ത്ര സഭയാണ്. സ്വതന്ത്രമായി നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ ചില നിലപാടുകൾ ചില മെത്രാന്മാരുടെ മാത്രം വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണ് യഥാർത്ഥ ഇത്രയും വഷളാക്കി നമുക്ക് കാണാം. ഇപ്പൊ പോപ്പ് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയെന്ന് പറയുമ്പോഴും ഈ പോപ്പിനെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിക്കുകയാണ് ചെയ്തത്. ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ പരിഹരിക്കുകയായിരുന്നില്ല ലക്ഷ്യം, അല്ലെങ്കിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ പരിഹരിക്കായിരുന്നില്ല വിഷയം. നേരത്തെ ഉണ്ടായത്, അതായത് തട്ടിൽ പിതാവ് വരുന്നതിന് മുന്നിൽ ഉണ്ടായിരുന്ന ഈ വിഷയങ്ങൾ
അത് മറ്റൊരു വഴിക്കേക്ക് തിരിച്ചുവിട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ അനുഭവിക്കുന്നതുകൊണ്ടൊക്കെ വിഷയം നമ്മൾ കാണേണ്ടത്. പക്ഷെ ശരിക്കും ഞാൻ പറയട്ടെ, ശരിക്കും മറ്റേ ഇപ്പൊ ഞാൻ ഒരു എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. ഞാനിപ്പോ ഈ ഏകീകൃത കുർബാന, സിനഡ് കുർബാന ഉള്ള പള്ളിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാണ്ട് ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത് ജനാഭിമുഖ കുർബാനയാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ജനാഭിമുഖ കുർബാന അതോടൊപ്പം തന്നെ എന്താ പറയുക, ഈ സിനഡ് ഏകീകൃത കുർബാന തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ റിജു കാഞ്ഞുക്കാരൻ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, മറ്റേ അൾത്താരയ്ക്ക് അഭിമുഖമായി നിന്ന് കുർബാന ചെല്ലുന്നതല്ല ഞങ്ങളുടെ പ്രശ്നം, മറ്റു ചില പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്യാനോ ചർച്ചയ്ക്കോ തട്ടിൽ പിതാവ്, അതായത് പുതിയ നമ്മുടെ ആർച്ച് ബിഷപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഇതെന്താ വിഷയം നമ്മളൊരു കാണുന്ന ഏറ്റവും രൂക്ഷമായ വിഷയം, തട്ടിൽ പിതാവ് ഈ പദവിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഈ വിഷയം ലേശം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഒരു സഭയുടെ ആസ്ഥാനത്ത് അതിന്റെ തലവനായിട്ട് വരുന്ന സമയത്ത് അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു വിഷയമുണ്ട്. തട്ടിൽ പിതാവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്നുള്ളത് നമുക്കറിയാം. പല സ്ഥലങ്ങളിലായിട്ട് വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ തട്ടിൽ പിതാവ് പഠിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം അതിനെ ആദ്യം തന്നെ കൈകാര്യം ചെയ്തത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ജനാഭിമാന കുർബാനയോ അല്ലെങ്കിൽ സിനഡ് കുർബാന, എനിക്ക് ഈ കുർബാന യഥാർത്ഥത്തിൽ അതല്ല തർക്കം. ഈ എറണാകുളം അങ്കമാലി രൂപതയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കർദിനാളുമായി ബന്ധപ്പെട്ടുള്ള തർക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറും കുർബാന തർക്കം മാത്രമല്ല, ഇതൊരു സ്വത്ത് തർക്കമായിരുന്നില്ലാണ് നമ്മൾ കാണുന്നത്. ഈ സ്വത്ത് തർക്കത്തിന് മറ്റൊരു രീതിയിലേക്ക് സ്വത്ത് തർക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കുറെ ആളുകൾ പുറത്താക്കാൻ പറ്റില്ല. അതിന് പകരം അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഈ സിനഡ് കുർബാന എന്നുള്ളത്. സിനഡ് തീരുമാനങ്ങൾ തിരുത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. ഏത് തെറ്റും തിരുത്താൻ പറ്റും, ഏത് തീരുമാനം തിരുത്താൻ പറ്റും. ഇവിടെ ആത്യന്തികമായിട്ട് ഈ എന്താണ് സഭയിലെ വിശ്വാസികളെയാണ് നിലനിർത്തേണ്ടത്. സഭയുടെ വിശ്വാസികളെ നിലനിർത്താനും സഭയെ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇത്രയും വർഷമായി. ഇത് നമുക്കറിയാം, 5 വർഷം മുന്നെയാണ് ഈ എറണാകുളം അങ്കമാലി രൂപതയുമായി ബന്ധപ്പെട്ട് ഈ പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ യഥാർത്ഥത്തിൽ ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ കീഴടക്കുകയും അവർ ചേർന്നുകൊണ്ട് നടത്തിയ ചില ക്രയവിക്രയങ്ങളുടെ ഫലമായി ഉണ്ടായ തർക്കമാണ് ഇന്ന് ഇത്രയും വർഷമായി നിൽക്കുകയും സഭ രണ്ടായി യഥാർത്ഥത്തിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് സഭ രണ്ടായ പോലെ തന്നെയുള്ളത്. വിശ്വാസികളൊക്കെ എറണാകുളം അങ്കമാലി രൂപതയിൽ സാധാരണ കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതിൽ പോലും ആളുകൾ തിരിച്ചിങ്ങോട്ടും. ഇപ്പൊ നമുക്ക് ഒറ്റ കാര്യം പറയാം, ഈ ഇലക്ഷൻ സമയത്ത് യഥാർത്ഥത്തിൽ ഓരോ സ്ഥാനാർത്ഥിയെയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയൊക്കെ എങ്ങനെ വിലയിരുത്തിയിരുന്നത്, അവർ സിനഡ് കുർബാനയെ അംഗീകരിക്കുന്നവരാണോ അല്ലെങ്കിൽ മറ്റേ ജനാഭിമാന ആളുകളാണോ എന്നൊക്കെയുള്ള ചർച്ചകളാണ്. ഇത്തരം ചർച്ചകളുടെ അടിസ്ഥാനം എന്താ, ഇവർ നാളെ ഞങ്ങളുമായി വിട്ടുപോകേണ്ടവരാണെന്നും അതുകൊണ്ട് അവരുടെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് കാരണമാകുന്നതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിനകത്ത് ഈ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സഭയ്ക്കകത്ത് സ്വത്ത് തർക്കമുണ്ട്, ഒരുപക്ഷെ സ്വത്ത് തർക്കമായിരിക്കാം ഈ പറയുന്ന വിഷയങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാന കാരണം എന്ന് പറയാം. പക്ഷെ നമ്മുടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം സഭയുടെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്ന നിയമനങ്ങളെ കുറിച്ച് ഒരു ചർച്ച വരുന്നുണ്ടായി. അപ്പൊ ഈ ചർച്ചയിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കോളേജാണ്, ആ കോളേജിൽ നടന്നിരുന്ന നിയമനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും കൂടുതൽ ഡൊണേഷനുമായിട്ട് ആര് വരുന്നോ അവർക്ക് നിയമനം കൊടുക്കുന്ന ഒരു രീതി വന്നതോടുകൂടിയാണ് കേരളത്തിലെ തന്നെ വളരെ സമ്പന്നമായ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഗ്രേഡ് ഉണ്ടായിരുന്ന ഒരു കോളേജ് ഇന്ന് അവിടുത്തെ അധ്യാപകർക്ക് യാതൊരു നിലവാരവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിനുശേഷം ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, ഇന്ന് ആ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അവിടെ ഈ വൈദികരുമായി ബന്ധപ്പെട്ട അവരുടെ ജ്യേഷ്ഠന്റെ മക്കള്, സഹോദരിയുടെ മക്കള് ഒക്കെ അവരുടെ ആ ഒരു കുടുംബത്തിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുകയും എന്നാൽ ഈ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് ജോലിയൊന്നും ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്.
ഇതിനപ്പുറത്തേക്ക് ഒരു പണി കൂടി കടന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ് വന്നിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ വരുമാനം സഭയ്ക്ക് തരുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതെല്ലാം ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ്. ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റിലേക്ക് ആർക്ക് വേണമെങ്കിലും അപേക്ഷ അയക്കാം, ജോലിക്ക് അപേക്ഷ അയക്കാം. അപേക്ഷ അയച്ചിട്ട് ഇന്റർവ്യൂവിന്റെ ഡേറ്റിൽ, ആ കൃത്യ ഡേറ്റിൽ ഇന്റർവ്യൂവിൽ കത്ത് ലഭിക്കുക. വൈദികരുടെ ബന്ധങ്ങളിലുള്ള അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ സഹോദരിമാര്, അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠന്മാരുടെ മക്കൾ, അവരുടെ സഹോദരങ്ങളുടെ മക്കൾക്കൊക്കെ ഇന്റർവ്യൂ കാർഡ് കൃത്യ ദിവസം കിട്ടുകയും അവരുടെ പോസ്റ്റ്മാൻ പലപ്പോഴും വൈകിയാണ് എത്താറ്. ഇങ്ങനെ അതുപോലെ തന്നെ പല സഭയിലെ തന്നെ പല ഹോസ്പിറ്റലുകൾ അത് ആതുര സേവനത്തിന് വേണ്ടി നിൽക്കുന്നത്. പക്ഷെ അവർ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ പലതും ഇത് വലിയ ഒരു കടബാധ്യതയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം പേര് പറഞ്ഞാണല്ലോ യഥാർത്ഥത്തിൽ ആദ്യ പിതാവിയുടെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് ഈ ഭൂമിക്രയ വിക്രയത്തിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? സഭയുടെ പരിധിയിലുണ്ടായിരുന്ന ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, ഒരു നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഈ സ്ഥലം വാങ്ങിക്കലും ബിൽഡിംഗ് പണികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ബാധ്യതകൾ പരിഹരിക്കാൻ എന്നുള്ള രീതിയിലാണ് സ്ഥലം വയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഈ സ്ഥല കച്ചവടമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ സഭയെ ഇത്രയും ദുർഘടാവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കുറച്ച് ആളുകളുടെ, കുറച്ച് ബിഷപ്പുമാരുടെ ഈ അതാണല്ലോ ഈ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൊണ്ടുവച്ചത്. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അവരുടെ ഈഗോ കൃത്യമായി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന, സഭയുടെ അടിസ്ഥാന. വിശ്വാസികൾ എന്ന് പറയുന്നത് ഏകദേശം 350-400 അടുത്തുള്ള പള്ളികൾ എറണാകുളം, അങ്കമാലി അതിരൂപതയുടെ കീഴിലുണ്ട്. നമുക്ക് ഇടവക എടുക്കാം. ഒരു ഇടവകയിൽ ഇരിക്കുന്ന അച്ഛന്റെ താല്പര്യമാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ഒരിക്കലും അവിടെയുള്ള ഇടവക ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നില്ല. നേരത്തെ ഇപ്പോഴൊക്കെയാണ് കുറച്ചുകൂടി വൈദ്യുതർക്ക് കേൾക്കാൻ തയ്യാറാവുന്നത്. പണ്ട് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനം ഇടവകയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്നാൽ, ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ സാധാരണ വില്ലേജ് ഓഫീസിൽ പോയി നിൽക്കുന്നതിനേക്കാൾ ഗുരുതരമായ രീതിയിലുള്ള പെരുമാറ്റമാണ് അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കുറച്ചുകൂടി കടന്നു നമ്മൾ പറയുകയാണെങ്കിൽ ഈ വിശ്വാസികൾ എല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും എല്ലാ ദിവസവും പള്ളിയുടെ ദൈനംദിന കാര്യങ്ങളൊന്നും ഇടപെടുന്ന ആളുകളല്ല. അവർക്ക് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുക, ഇടയ്ക്ക് പള്ളികളിൽ പോവുക, അവരുടെ പിരിവ് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് പക്ഷെ ഈ പള്ളിയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അത് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഈ പള്ളിയിൽ ഒരു വിവാഹം നടന്നാൽ, പള്ളിയുടെ ഹോളിൽ ഒരു കല്യാണം നടന്നാൽ, ഒരു മാമോദീസ നടന്നാൽ, ഒരു അടിയന്തരം നടന്നു കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന കുറച്ച് ഭക്ഷണം അത് പള്ളി മേടയിലെത്താറുണ്ട്. അതായത് നമ്മുടെ അച്ഛൻ താമസിക്കുന്ന മേടയിലെത്താറുണ്ട്. അപ്പൊ ഇത് താല്പര്യപ്പെട്ട് അച്ഛനുമായിട്ട് അടുത്തു കൂടുന്ന കുറെ അധികം ആളുകളുണ്ട്. ഇത് കൂടാതെ തന്നെ ഉള്ള കുറെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ അവിടുത്തെ ഈ എന്താ പറയാ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ പള്ളിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. എല്ലാ പള്ളികളിലുള്ള ആഘോഷങ്ങൾ, അതുപോലെ തന്നെ പള്ളിയുടെ ഈ ദൈനംദിന കാര്യങ്ങൾ, അതുപോലെ പള്ളി പെരുന്നാള്, ഇതൊക്കെ ബന്ധപ്പെട്ട് കുറെ ബിസിനസ് സാധ്യതകളുണ്ട്. ഇത്തരം സാധ്യതകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളിയെ ആശ്രയിച്ച് തന്നെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് എല്ലാവരും ഉണ്ട്. എല്ലാ ദേവാലയങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് പക്ഷെ ഇവിടെ വിഷയങ്ങൾ അത് മാത്രമല്ല. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മെട്രോ സിറ്റികളിലൊക്കെ സഭയ്ക്കാണ്. ഈ വസ്തു ഉള്ളത് തന്നെയാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ആസ്തി വർദ്ധിക്കുന്നതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം ഈ ആസ്തി കൈവശപ്പെടുത്താനുള്ള ഇരു വിഭാഗങ്ങളുടെയും തർക്കങ്ങൾ. ഇപ്പൊ തന്നെ നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് പല സഭകളിലും തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. വിവിധമായ പള്ളികൾ വർഷങ്ങളോളം അടച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് വിശ്വാസി സമൂഹത്തെ വല്ലാത്ത രീതിയിൽ മാനസികമായി തളർത്തുന്നതായി. വേറൊരു കാര്യം പറയാനുള്ളത് ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയമുണ്ട്. വിശ്വാസികൾ കാണാത്ത വലിയൊരു രാഷ്ട്രീയമുണ്ട്. അതായത് ഈ ഇന്നലെയാണ് കേന്ദ്രത്തിലൊരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോ ഇത് ഞാൻ 1 വർഷം മുന്നേ അറിഞ്ഞൊരു വസ്തുതയാണ്. അതായത് സീറോ മലബാർ സഭയുടെ സിനഡ് അനുകൂലികളായിട്ടുള്ള മെത്രാന്മാർക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഒരു താക്കീത് ഉണ്ടായിരുന്നു. ആ താക്കീത് പ്രകാരം അതായത് ഈ സിനഡ്
ഈ കുർബാനയും ജനാഭിമുഖ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഇപ്പോൾ ഉണ്ടാവരുത്. അത് ഇലക്ഷന് ശേഷം 2024 ഇലക്ഷന് ശേഷം അതിനൊരു സമവായ ചർച്ചകളിലൂടെ അത് പരിഹരിക്കാം എന്ന ഒരു ഉറപ്പ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഈ സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് കിട്ടിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തെളിവ് അത് ശരിക്കും വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇന്നലെ കേന്ദ്രമന്ത്രിസഭ അധികാരം എടുക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ അത് പുതിയ സർക്കുലർ ഇറങ്ങുന്നു. ഇപ്പോ കുര്യാക്കോസ് മുന്നടച്ചന്റെ പ്രസ്താവനയിൽ കാണാൻ പറ്റിയിരിക്കുന്നത് ഈ 14-ാം തീയതി സിനഡ് കൂടാതെ ചേരാനിരിക്കെ സിനഡിന്റെ തീരുമാനമായിട്ടാണ് ഈ ഒരു സർക്കുലർ പുറത്തു വരേണ്ടത്. അങ്ങനെ സിനഡിന്റെ തീരുമാനമായി പുറത്തു വരേണ്ട സർക്കുലർ എന്തിന് ഇന്ന് ഇറക്കി എന്നത് വലിയൊരു ചോദ്യമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഈ കർദിനാൾ സ്ഥാനമെടുത്തതിന് ശേഷം നടത്തുന്ന എല്ലാ തീരുമാനങ്ങളും എല്ലാ നീക്കങ്ങളും അപക്വമാണെന്നുള്ളതാണ്. കാരണം ഇതിലൊക്കെ കൃത്യമായ ഇതൊരു വലിയ വിശ്വാസ പ്രശ്നമാണെന്നും ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണെന്നും ഇത് ഇത്തരത്തിൽ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കർദിനാൾ വളരെ സീരിയസ് ആയും ഇത് ആഴത്തിൽ പഠിച്ചും എവിടെയാണ് പ്രശ്നമെന്ന് അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു നീക്കമാണ് നടത്തിയത്. അതിന് പകരം എന്താ ചെയ്യുന്നത്? നിലവിൽ ഈ പ്രശ്നങ്ങൾ ആരാണോ ടേക്കപ്പ് ചെയ്തത്, ആരുടെയാണോ ഈഗോകൾ സംരക്ഷിക്കുന്നത്, ഇത് ഏകപക്ഷീയമായി ഉണ്ടാക്കിയ തീരുമാനമാണെന്ന് പറയുന്നത് യഥാർത്ഥ ഏകപക്ഷീയമായ തീരുമാനം ആയിരുന്നില്ലെന്നും ഇത് ഈ തീരുമാനം, അതായത് ഈ ജനവിഭാഗ കുർബാന വേണോ അല്ലെങ്കിൽ സിനഡ് കുർബാന വേണോ എന്നുള്ള തർക്കത്തിൽ ഒറ്റ പിടുത്തം പിടിച്ചിട്ട് യാതൊരു ചർച്ചയ്ക്കും തയ്യാറാവാതെ ഞങ്ങൾ തീരുമാനിച്ചാണെന്നും പോപ്പിനെ കൊണ്ട് അംഗീകരിച്ചാണെന്നും അതുകൊണ്ട് അത് പ്രകാരം മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഈ കഥകൾ എന്തിനാണ് ഇത്തരം വിഷയങ്ങളെ അപ്പാടെ വിഴുങ്ങാൻ വേണ്ടി തയ്യാറായത്. കാരണം ഈ പിതാക്കന്മാർ ഈ പോലീസിലാണെങ്കിലും അനുസരണം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പട്ടാളത്തിലാണെങ്കിലും അനുസരണം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വൈദിക സന്യാസ സമൂഹങ്ങളിലും അനുസരണം എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോ പക്ഷേ ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോ എന്ന് പറയുന്നത് പോപ്പ് പോലും ഒരുപാട് വിഷയങ്ങളിൽ പല തിരുത്തലുകൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ആകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും കാലത്തിനനുസരിച്ച് വിശ്വാസ പ്രമാണങ്ങളിലും ജീവിത രീതികളിലും സഭയുടെ ഇടപെടലുകളിലും അതുപോലെ തന്നെ അച്ഛന്മാരുടെയും മറ്റു വൈദികരുടെയും ഇടപെടലുകളിലും അവരും ജനങ്ങളും തമ്മിലുള്ള വിശ്വാസികളും വൈദികരും തമ്മിലുള്ള ബന്ധങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വേണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും തിരുത്തലുകൾക്ക് തയ്യാറാവുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പോപ്പിന്റെ കീഴിൽ അത്തരത്തിലുള്ള എല്ലാ ചേഞ്ചസിനെയും ഉൾക്കൊള്ളാനും അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാനും അത്രയേറെ ധൈര്യം കാണിക്കുന്ന ഒരു പോപ്പിന് കീഴിലാണ് ഞങ്ങൾ സിനഡ് തീരുമാനിച്ചിട്ട് പോപ്പിനെ കൊണ്ട് അംഗീകരിപ്പിച്ചു പോയത് തിരുത്താൻ പറ്റുന്നത്. എല്ലാതരം തിരുത്തലുകൾക്കും സംവിധാനം ഉണ്ടായിരിക്കുന്നതിന് മനുഷ്യരെ മാറ്റാൻ പറ്റുള്ളൂ. മനുഷ്യന് എന്ത് തീരുമാനം മാറ്റാൻ പറ്റും, തെറ്റാണെന്ന് കണ്ടാൽ മാറ്റാൻ പറ്റും. തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ സഹിക്കാനും പൊറുക്കാനും തയ്യാറാവണമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പേരിലാണ് ഈ തരത്തിൽ തല്ലു നടക്കുന്നത്. ഇന്നിപ്പോ എനിക്കത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യം തോന്നിക്കുന്നതായിട്ടുള്ള വിഷയം ഈ ആത്മായ മുന്നേറ്റ ഉണ്ടല്ലോ, അത് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രമുഖനാണ് ഈ റിജു കാഞ്ഞുകാരൻ എന്ന് പറയുന്നത്. അപ്പൊ റിജു കാഞ്ഞുകാരൻ ഒരു ചാനൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ഞങ്ങൾക്ക് അൾത്താരയോട് അഭിമുഖമായിട്ട് നിൽക്കുന്നത് അതല്ല പ്രശ്നം, പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ആ പ്രശ്നത്തിലാണ് ചർച്ച വേണ്ടത്. ആ പ്രശ്നത്തിന്റെ പേരിലാണ് കത്തോലിക്ക വിശ്വാസികളോട് തമ്മിലടിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇത് യഥാർത്ഥത്തിൽ ഈ കുർബാന തർക്കമല്ല. കുർബാന തർക്കം എന്നൊക്കെ പറഞ്ഞത് പിന്നീട് വന്ന വിഷയങ്ങളാണ്. യഥാർത്ഥത്തിൽ തുടക്കത്തിലുണ്ടായ ഇതുമായി ബന്ധപ്പെട്ട് കർദിനാളുമായി ബന്ധപ്പെട്ട് അലഞ്ചേരി പിതാവുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായ തർക്കങ്ങൾ ഒരുപാട് അച്ഛന്മാർക്കെതിരെയും മറ്റ് സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ചില പിതാക്കന്മാർക്കെതിരെയൊക്കെ വലിയ രീതിയിൽ അച്ചടക്ക നടപടികളൊക്കെ ആദ്യം എടുക്കുകയുണ്ടായി. ഏകപക്ഷീയമായ നടപടികളെടുക്കുകയും പലരെയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണണം. അപ്പൊ എന്തുകൊണ്ടാണ് അധികാരം ഞങ്ങളുടെ കയ്യിലാണുള്ളത് എന്ന് പറയുന്നത്
പറയുമ്പോൾ ആ അധികാരം കൃത്യമായി പ്രയോഗിച്ചുകൊണ്ട് പലരെയും നിശബ്ദരാക്കുന്ന നടപടിയാണ് ഉണ്ടായത്. ഈ പ്രവണത ആദ്യം തന്നെ തിരിച്ചറിയുകയും ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അത് പരിഹരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ എത്തി നിൽക്കില്ലായിരുന്നു എന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞു. ഇതിപ്പോ സംഭവിക്കുന്ന ഒക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജൂലൈ 3-ാം തീയതി തുടങ്ങി ഇവിടെ രക്തപ്പുഴ ഒഴുകാൻ പോവാണ്. അവിടെയാണ് വിഷയം. അത് ഇത് നമ്മള് വലിയ ക്രമസമാധാന പ്രശ്നമായി മാറും. ഇപ്പൊ സർക്കാർ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സർക്കാരും അതേപോലെ തന്നെ മറ്റ് ഭരണാധികാരികളും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ ഇടപെടുകയും ഈ പ്രശ്നം വലിയ സോഷ്യൽ ഇഷ്യൂ ആക്കി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പള്ളി തർക്കം പൊതുജനങ്ങളിലേക്ക് എത്തുന്ന. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം നമ്മളൊന്ന് പരിശോധിക്കണം. നമുക്കത് അൽമായ മുന്നേറ്റത്തിന് നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാതെ, അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചർച്ച് ആക്ടിനെ ഇവര് പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനെ കുറിച്ച് കുറച്ചുകൂടി അവരായിട്ട് ഇന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ട്. ചർച്ചയ്ക്ക് എതിർക്കുന്നതാണ് സിനഡ് കുർബാന അനുകൂലിക്കുന്നവരും, അതായത് സിനഡ് കുർബാന എതിർക്കുന്നവരും രണ്ടുപേരും ചർച്ചയ്ക്കെതിരാണ്. കാരണം അത് അവിടെ കുറച്ചുകൂടി ജനാധിപത്യ രീതിയിലായിരിക്കും പിന്നീടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുക. അവിടെ ആ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഒന്നാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അല്ല, ഇത് അതിപ്പോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഇപ്പൊ എല്ലാ പലതരത്തിലുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ ചില വിഷയങ്ങളിൽ ഏകീകൃതമായ ചില വിഷയങ്ങളിൽ ഒന്നിക്കാറുണ്ട്, അതുപോലെയുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതല്ല. ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗമായി മാറിക്കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ കൂട്ടിയിണക്കാൻ പറ്റാത്ത രീതിയിലുള്ള അകൽച്ച ഇവർക്ക് തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കാരണം ഇത് നേതൃത്വത്തിലാണ്. ഇതല്ല ഒരു ദിവസം കൊണ്ട് ഒരു ഇച്ഛാശക്തിയുള്ള ആ ഒരു പദവി, ഒരു ഇച്ഛാശക്തിയുള്ള ഒരു നല്ലൊരു ബിഷപ്പിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതില് സിബി നോക്കൂ. ഇപ്പൊ റാഫേൽ തട്ടിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത് പിന്നെ റാഫേൽ തട്ടിൽ പിതാവ് ഏറ്റെടുത്ത ആ സമയത്ത് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൽമായ മുന്നേറ്റവും മറ്റ് വൈദികരും ഒക്കെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി ഈ വിഷയം കൃത്യമായി ചർച്ചയൊക്കെ ചെയ്താണ്. അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞു, ഞാൻ ഈ വിഷയം പഠിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അല്ല, ഇതിനകത്ത് വേറെ വലിയൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ അൽമായ മുന്നേറ്റ സമിതിയുടെ ആളുകളും അതോടൊപ്പം തന്നെ സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന ആളുകളും ഇവര് അൽമായരുടെ പക്ഷത്ത് നിൽക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന ഒരു വൈദികനും അതുപോലെ തന്നെ സിനഡ് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വൈദികനും ഈ സഭാവിശ്വാസം ഇപ്പൊ ഓൺലൈൻ മുതലുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് സാറ്റലൈറ്റ് ചാനൽ, ഓൺലൈൻ ചാനലുണ്ട്. ഇവര് സംവദിക്കട്ടെ, അതിനോട് ധൈര്യം കാണിക്കട്ടെ. വിശ്വാസികൾ റോഡിലേക്ക് ഇറങ്ങി അവരെ അവിടെ ഇട്ട് തമ്മിലടിപ്പിച്ച് സഭ ഈ പറയുന്ന ഇവരൊന്നും ഉണ്ടാക്കിയെടുത്തതല്ല. ഇത് പാരമ്പര്യമായിട്ട് പിടിച്ചും ഉൽപ്പന്ന പിരിവ് നടത്തിയും കഷ്ടപ്പെട്ടുമൊക്കെ ഇവിടെയുള്ള കാരണവന്മാര് അധ്വാനിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, എന്തിനാണ് സിനഡ് കുർബാന അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവർക്ക് എന്ത് അംഗീകാരമാണ് ഉള്ളത്? ഇവരുടെ അധികാരം എന്ന് പറയുന്നത് സാങ്കേതികമായി വന്നിരുന്ന അധികാരം മാത്രമല്ലേ. സിനഡ് കുർബാനയും ജനാഭിമുഖ കുർബാനയും തമ്മിൽ വ്യത്യാസമില്ലെന്ന്. അതെ, ഇത് ഇന്ന് റിജു കാഞ്ഞൂക്കാരൻ സമ്മതിച്ചിരിക്കുന്ന ആ കാര്യമാണ്. ഞങ്ങൾക്ക് ഈ ജനാഭിമുഖം അല്ലെങ്കിൽ അൾത്താരയ്ക്ക് അഭിമുഖമായിട്ടുള്ള അതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് മറ്റു ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ആ ചർച്ചയ്ക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. അവര് ദാഷ്ട്യമാണത്. അല്ല, അവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഇവർക്ക് തോന്നാത്തത്? ഇത് വലിയ വിഷയമാണ്. അവര് മാത്രമല്ല, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇത്രയേറെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ തള്ളിക്കൊണ്ട് എങ്ങനെയാണ് ഈ സഭ മുന്നോട്ട് പോവുക? സാറേ, ഏകദേശം 5 ലക്ഷത്തോളം 6 ലക്ഷം വിശ്വാസികള് ഇപ്പം ഇതിനെതിരായി നിൽക്കുന്നുണ്ട്. സിനഡ് കുർബാനക്കെതിരായുള്ള നിലപാടുകൾ സ്വീകരിച്ച 5-6 ലക്ഷത്തോളം വിശ്വാസികൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടിരുന്നു പറയുന്നത്. മാത്രമല്ല, ഈ അച്ഛന്മാർ നടത്തുന്ന, ഈ വൈദികർ നടത്തുന്ന ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ സാധുതയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വിലയിരുത്തുക. എങ്ങനെയാണ് അങ്ങനെ ഒരു ഇൻഡാസ് പുറപ്പെടുവിക്കുക എന്നുള്ള വലിയ വിഷയം. പക്ഷെ ഇതിനകത്ത് നടന്നിട്ടുള്ള എന്താ പറയാ മറ്റേ ഒരു പ്രശ്നപരിഹാര ചർച്ചകളിലൊക്കെ മറ്റേ വിമത വൈദികർ എന്ന് വിളിക്കപ്പെടുന്ന ജനാഭിമുഖ പ്രേമികളായിട്ടുള്ള വൈദികരായിക്കോട്ടെ, അല്ലെങ്കിൽ സിനഡ് കുർബാനയെ സ്നേഹിക്കുന്നവരാട്ടെ, ഇവർ പരസ്പരം മുമ്പോട്ട് വെക്കുന്ന ഉപാധികൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും ഇത് ഒന്നും അറിയാത്ത എന്റെ ഇടവകപ്പള്ളിലെ വികാരിയച്ഛൻ വിളിച്ചു പറഞ്ഞാൽ ഇത് ശരിയല്ല, അതാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ പോകും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ശരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വിശ്വാസികൾ ആദ്യം ഈ വൈദികരോട് ചോദിക്കണം.
ഈ വൈദികരോട് ചോദിക്കണമെന്ന്, നിങ്ങൾ ജനാഭിമുഖവും അതോടൊപ്പം തന്നെ സിനഡ് കുർബാനയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം ചോദിക്കണം. ഇതൊക്കെ വിശ്വാസികൾ ചോദിക്കണം, പള്ളിയിൽ ചോദിക്കണം. നിങ്ങൾ പറയുന്നു ജനാഭിമുഖ കുർബാന എന്റെ അവകാശമാണെന്ന് പറയുന്നു, സിനഡ് കുർബാന എന്റെ അഭിമുഖമാണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. എന്താണ് ഈ ജനാഭിമുഖ കുർബാനയും അതോടൊപ്പം തന്നെ സിനഡ് കുർബാനയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. സിബി, ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണോ അല്ലയോ? നമ്മൾ ഇപ്പൊ സിബി എന്തുകൊണ്ടാണ് ഇത്ര വിശ്വാസിയായത്? സിബിയുടെ മാതാപിതാക്കൾ വിശ്വാസിയായതുകൊണ്ടാണ്. അവരും അവരുടെ തലമുറ, അത്ര വലിയ തലമുറ, ഇത് പാരമ്പര്യമായി വന്നു ചേർന്നതാണ്. വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയുന്നത് പാരമ്പര്യമായി വന്നു ചേർന്നതാണ്. അവിടെ അത് പുനഃക്രമീകരിക്കുക എന്ന് പറയുന്നത് പല വിശ്വാസികൾക്കും സ്വീകാര്യമല്ല. ഇതെനിക്ക് തോന്നുന്നു, കാരണം ഇതാണ് വിഷയം. ഇത് പരസ്പരമുള്ള കുറെ വിട്ടുവീഴ്ചകൾ വൈദിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം സിനഡ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരുന്നാൽ വിശ്വാസം അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ശരിയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിൽ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ജനിക്കുമ്പോൾ തന്നെ ഒരുത്തർ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനുശേഷമാണ് പിന്നീട് പലരും നിരീശ്വരവാദികളായിട്ട് കാലം തൊട്ട് നടത്തുന്ന കുർബാന കണ്ട് ശീലിച്ച, നമുക്കറിയാം ഇപ്പൊ സ്ത്രീ പ്രളയൊക്കെ സിബിയുടെ അമ്മ പിന്നെ കുർബാന കാണാൻ പോകുന്നു. അവര് ശീലിച്ച ദീർഘകാലമായി ശീലിച്ച രീതിയുണ്ട്. വളരെ പെട്ടെന്ന് മാറ്റമുണ്ട്. ഇപ്പൊ ലത്തീൻ പിന്നെ കുർബാന കാണാൻ താല്പര്യപ്പെടാത്ത ഒരുപാട് റോമ കത്തോലിക്കരുണ്ട്, ഇല്ലേ? അവർക്ക് അത് താല്പര്യമില്ലാത്തവരുണ്ട്. മറ്റു സഭകളുടെ പള്ളികളിൽ പോയാൽ കുർബാന അംഗീകരിക്കാത്തവരും അവർക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ മറ്റു പള്ളികളിലൊന്നും. എന്റെ ചോദ്യം ഇപ്പോഴും ഇവിടെ പ്രസക്തമാകുന്ന ഒരു വിഷയം ഇതാണ്. ഈ ജനാഭിമുഖ കുർബാനയും സിനഡ് കുർബാനയും തമ്മിൽ വ്യത്യാസങ്ങൾ ഇല്ല എന്ന്. അല്ല, വ്യത്യാസം പ്രകടമായ യാതൊരു വ്യത്യാസമില്ല. പറയുന്നത് വിശ്വാസി അൽമായരെ നോക്കി പിന്നെ കുർബാന അർപ്പിക്കണോ അതോ കർത്താവിന്റെ ഇതിലേക്ക് നോക്കിയിട്ട് കുർബാന അർപ്പിക്കണോ എന്നുള്ളതാണ് ഒരു തർക്കം എന്ന് പറയുന്നത്. ആ ഒരു തർക്കത്തിന് പ്രസക്തി ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിലിപ്പോ ഈ സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന വൈദികരും സിനഡ് കുർബാനയെ എതിർക്കുന്ന വൈദികരും ഇവരുടെ രണ്ട് പ്രതിനിധികളെ വിളിച്ചിരുത്തി ഏതെങ്കിലും ഒരു ഓൺലൈൻ സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് ഇവർ ഈ വിശ്വാസികളായിട്ട് മൊത്തം സമ്മതിക്കട്ടെന്ന്. അപ്പൊ വിശ്വാസികൾക്ക് കാര്യം പിടികിട്ടും. കാരണം ജനാഭിമുഖ കുർബാനയും സിനഡ് കുർബാനയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 4-5 മിനിറ്റ് ആൾക്കാരേക്ക് അഭിമുഖമായിട്ടും തിരിച്ചു നിൽക്കുന്നു. ഇത് ഈ ജനാഭിമുഖ കുർബാനയിലും കുറച്ച് സമയം മറ്റേ എന്താ പറയുക, മറ്റേ നമ്മുടെ കുർബാന, അതായത് കുർബാന എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അൾത്താരയിലേക്ക് അഭിമുഖമായിട്ട് തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നുണ്ട്, ദൈവത്തെങ്കിലേക്ക് ഉയർത്ത. അങ്ങനെ ഒരുപാട് സമയം ഇത് ആൾക്കാർക്ക് അഭിമുഖമായിട്ട് തിരിഞ്ഞു നിൽക്കേണ്ട സാഹചര്യം ജനാഭിമുഖ കുർബാനയിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇത് ഈ ചടങ്ങിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള അഭിപ്രായ ഭിന്നതയല്ല. നിലവിലുള്ള കർദിനാളും അതുപോലെ തന്നെ അൽമായരും അതുപോലെ തന്നെ കുറെ വൈദികരും ഒക്കെ ചേർന്ന് ഉള്ള വലിയ തരത്തിലുള്ള ആശയപരമായിട്ടുള്ള വിയോജിപ്പാണ് വിഷയം. ഈ വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് എളുപ്പമായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. പക്ഷെ അത് വർദ്ധിച്ച് വലിയ രീതിയിലേക്ക് മാറ്റപ്പെട്ടു. അത് ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഒരു കൂട്ടം ബിഷപ്പുമാരുടെയും മറ്റും ധാർഷ്ട്യമാണ് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചെന്നുള്ളതാണ്. അവർ പറഞ്ഞതാണ് ശരിയെന്നും അവർ പറഞ്ഞത് തിരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ വലിയ അഭിമാനം. ഒരു കാര്യം കൂടെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ഇലക്ഷൻ കഴിയുന്ന വരെ സിനഡ് കുർബാന ഒരു വിഷയമായിട്ട് കേരളത്തിൽ എന്നൊരു നിർദ്ദേശം വന്നത് കൂടാതെ ഇന്ന് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നിന്നും BJP മന്ത്രിമാരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സന്ദേശം പുറത്തുവന്നു. താങ്കൾ സംതൃപ്തരാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട ആവശ്യങ്ങളുണ്ട്, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ഇതിനകത്ത് ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട്. ഇവിടെ വിശ്വാസികൾ വഞ്ചിതരാവാതിരിക്കുകയാണ് വേണ്ടത്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ വൈദികരോട് നിങ്ങൾ ചോദിക്കുക, ഇതെന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിക്കുക. ഇതിനകത്ത് അതല്ലാതെ ഇതൊരു വലിയൊരു നിയമവാഴ്ചയുടെ പ്രശ്നമായിട്ടാണ് വരുന്നത്. ഇതില് കൃത്യമായ ഒരു അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ഇപ്പൊ പള്ളി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇറങ്ങി പുറപ്പെട്ട സ്വാഭാവികമായിട്ട് അവിടെ സംഘർഷം ഉണ്ടാകുന്ന എല്ലാവർക്കും സംഘർഷം ഉണ്ടാവുകയും വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാവുകയും ചിലപ്പോൾ രക്തരൂക്ഷമാകാനുള്ള സാധ്യതകളാണ്. കാരണം നമ്മുടെ ബസിലിക്ക എന്ന് പറയുന്നത് മാർപ്പാപ്പ ബലിയർപ്പിച്ചിട്ടുള്ള ബലിപീഠം ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ എറണാകുളം ബസിലിക്ക എന്ന് പറയുന്നത്. വിശ്വാസികൾ അത്ര ആദരവോടുകൂടിയും അത്ര വിശ്വാസത്തോടു കൂടിയാണ് അവിടെ പ്രാർത്ഥിക്കാറ്. ആൾത്താരയിലാണ്
തുടർച്ചയായി ഒരു രാഷ്ട്രീയ പ്രതിഷേധം പോലെ കുർബാന അർപ്പിക്കപ്പെടുകയും അതിനെതിരെ ഒരു വിഭാഗം ആളുകൾ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറുകയും അവിടെ ഭയങ്കര ഒരു, കാരണം നമ്മളൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വൈദികരെയൊക്കെ തോളത്ത് പിടിച്ച് തള്ളുക അല്ലെങ്കിൽ അടിക്കുക ഇടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് സഭ പോകുമ്പോൾ നമുക്ക് ഒരു വിശ്വാസ സമൂഹത്തിന് അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ വൈദികരെ മനസ്സിലാക്കണം, അതോടൊപ്പം തന്നെ ബിഷപ്പുമാരെ മനസ്സിലാക്കണം. ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഞങ്ങൾ ആണ് ശരിയെന്നും ഞങ്ങളുടെ തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടതെന്ന് വിചാരിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സിനഡ് എടുത്ത തീരുമാനം അന്തിമമാണ് എന്നും ഇനി ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ള വാശിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരും എടുത്ത തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും. എത്രയോ തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവും. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാവും. അവർ ഒരു നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കും, അത് രണ്ടുപേർക്കും അതനുസരിക്കേണ്ടി വരും. ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ ഈ വൈദികരും ഈ ബിഷപ്പുമാരെ സംബന്ധിച്ചിട്ട് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് വരേണ്ട FCRA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉറപ്പ് വാങ്ങിയിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ചിരിക്കുന്നവരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ഒരു മന്ത്രിയെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണേണ്ടത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള രൂക്ഷമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അത് പരിഹരിക്കപ്പെട്ടാൽ BJPക്ക് ഈ ഒരു വലിയ സ്വീകാര്യത ക്രിസ്ത്യാനിറ്റി ചെല്ലാൻ പറ്റാത്ത രീതിയിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ മേഖലകളിലേക്ക് വളരെ പെട്ടെന്ന് കയറാനും ഇത് വലിയ വേരോട്ടുണ്ടാക്കാനും വരുന്ന 2 വർഷം കഴിഞ്ഞ് ഇവിടെ വരുന്ന തെരഞ്ഞെടുപ്പിനെ പോലും അത് അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിയും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ BJP ഇതിലൂടെ കഴിയുന്നില്ല. ഇതിന് പാവപ്പെട്ട വിശ്വാസികളെ തലവെച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ ഇവരുടെ കെണിയിൽ പോയി വീഴിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ സത്യം. ഒരു കാര്യം മാത്രം പറയാം, ഈ ചർച്ചകൾ അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. ഏതായാലും ഒരു കാര്യം പറയാൻ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഒരു രാഷ്ട്രീയ കെണിയിൽ പോയി വീഴാതിരിക്കുക. കാരണം ഇവിടെ ജനാഭിമുഖ കുർബാനയും അല്ലെങ്കിൽ സിനഡ് കുർബാനയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ഇടവകയിലെ വൈദികരോട് തന്നെ ചോദിച്ചറിയുക. ഈ സിനഡ് കുർബാനയും അതോടൊപ്പം തന്നെ നമ്മുടെ ജനാഭിമുഖ കുർബാനയും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിയുക. നിസ്സാരമായ കാര്യമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ നമ്മളുടെ ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയി BJPക്ക് അടിയറ വയ്ക്കുന്നത് പോലെയാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പരസ്പര വിട്ടുവീഴ്ചയോടുകൂടി വൈദികരും മെത്രാന്മാരും ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.